ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഗോവയിലേക്ക് പോണ ഒരു വഴിയാണ് കേട്ടോ. നമ്മൾ ഗോവയിലേക്ക് പോവുകയാണ് കൊട്ടാരക്കരയിൽ നിന്ന് ട്രെയിനിലാണ്. അപ്പോൾ ഇതെന്താ തുറക്കണമെന്ന് ഏകദേശം എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ സത്യം പറഞ്ഞാൽ കുറേ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ട് കൊതിച്ച് ഇങ്ങനെ ഇരിക്കണ ഒരു സാധനമായിരുന്നു. അപ്പം ഞാനിത് കൊട്ടാരക്കരയിൽ തപ്പിയപ്പം അവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം പക്ഷേ പിന്നെ നമുക്ക് സമയവും കിട്ടിയില്ല ഇത് തപ്പി പോകാനോ കഴിക്കാനോ. പക്ഷേ ഈ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇത് വലിയ സംഭവമൊന്നുമില്ല, എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് കൂട്ടിക്കൊഴിച്ച് കഴിക്കുക, അത്രേ ഉള്ളൂ. അത് വീട്ടിലായാലും ചെയ്യാം. പക്ഷെ വീട്ടിൽ ഇത്രയൊക്കെ കറിയും ഇത്രയൊക്കെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കാൻ പോകില്ലല്ലോ. അപ്പോൾ അപ്പം പിന്നെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ നമുക്കിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സൊമാറ്റോ വഴിയൊക്കെ നമ്മളിപ്പം കൂടുതലും അങ്ങനെയാണ് ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളത്. അപ്പം രഞ്ജിത്ത് പറഞ്ഞു നിൻ്റെ ആഗ്രഹം അങ്ങനെ തീർത്ത് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർഡർ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു, ഫുള്ള് തീർത്തില്ല. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ നമ്മുടെ വീട്ടിലെത്തിയിട്ടോ. ഇതാണ് എൻ്റെ വീട് ഗോവയിലത്തെ. എന്താണെന്നറിയില്ല, ഈ വീട്ടിനോടൊരു സ്പെഷ്യൽ ബോണ്ടാണ്. ഒബ്വിയസ്ലി നമ്മൾ ഇത്രയും വർഷങ്ങൾ ഇവിടെ ജീവിച്ചതാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ കൂടുതൽ നാൾ ഇവിടെയാണ് നിന്നിരിക്കുന്നത്. അപ്പം ഈ വീടിനോടൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പം കുറച്ച് ദിവസം എനിക്കിവിടെ താമസിക്കാൻ കിട്ടിയില്ലെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഈ കാണുന്നതൊക്കെ എൻ്റെ അമ്മയുടെ കുഞ്ഞ് ഗാർഡനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക് ഗാർഡനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും സ്നേഹിച്ച് കെയർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന അതാണ് കേട്ടോ. അമ്മ ദൂരെയാണെങ്കിൽ എവിടെയെങ്കിലും പോയതാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലത്തെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയെ കൊണ്ടാണ് അമ്മ എല്ലാം വെള്ളമൊക്കെ ഇടിപ്പിക്കണം. അങ്ങനെ മുടക്കാതെ എല്ലാ കാര്യങ്ങളും അമ്മ കൃത്യമായിട്ട് അവരെ കാര്യത്തിൽ മുടക്കാതെ എല്ലാം ചെയ്യും കേട്ടോ. അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പം ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. വലിയ മഴയൊന്നും കിട്ടിയില്ല, പക്ഷെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ക്ലൈമറ്റ്, നല്ല കൂൾ ആൻഡ് കാമായിരുന്നു. അപ്പോൾ വന്ന ഉടനെ തന്നെ രണ്ടുപേർക്കും പെട്ടിപ്പൊട്ടിക്കൽ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവരുടെ തന്നെ ടോയ്സാണ് കേട്ടോ. അമ്മ ഇതെല്ലാം കാർഡ്ബോർഡിൽ സൂക്ഷിച്ച് കഴുകി വാഷ് ചെയ്തെല്ലാം സൂക്ഷിച്ച് മോളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ അമ്മ ഇതെല്ലാം തുറന്നു കൊടുക്കുകയാണ്. ഇതൊക്കെ പോയിട്ടോ, ഇതിൻ്റെ എന്തോ പറ്റി പാടുന്നില്ല, തിരിച്ച് പറയണില്ല അതൊന്നും. അപ്പോൾ പിന്നെ ഒരാൾ അപ്പോഴേക്കും പസിൽസൊക്കെ കൊണ്ടിരിക്കാൻ തുടങ്ങി കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒത്തിരി എല്ലാം അമ്മ വൃത്തിയാക്കി എല്ലാം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ വരുമ്പോഴോ എൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ വരുമ്പോൾ എടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അന്നത്തെ അല്ല, ഇത് പിറ്റേ ദിവസം ഞാൻ കുറച്ച് അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറി കേട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പിന്നെ മാൾട്ടയിൽ ചെന്നാൽ എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു റൂട്ടീനിലേക്ക് അങ്ങ് പോകും. പിന്നെ റെസ്റ്റ് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്നായിരുന്നു കരുതിയത്. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ. അപ്പം ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ. എനിക്ക് മെയിൻ മാൾട്ടയിൽ നിന്ന് നാട്ടിൽ വരുമ്പം എനിക്ക് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കഴിക്കണം. എന്താ വെച്ചാൽ മീൻ അത്രയും ഞാൻ കൊതിച്ചിരിക്കുമായിരുന്നു. മീൻ ഇവിടുത്തെ മാൾട്ടയിലത്തെ മീനിന് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട അയില ഒന്നും എനിക്കങ്ങനെ കിട്ടാറില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ കാണുമായിരിക്കും, ഞാനിതുവരെ പോയിട്ടില്ല. പക്ഷേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മീൻ മേടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ മീനൊന്നും കിട്ടാറില്ല. വലിയ സാൽമണോ അല്ലെങ്കിൽ ട്യൂന അങ്ങനത്തെയൊക്കെ വലിയ മീനുകൾ കിട്ടാറില്ല. പിന്നെ പ്രോൺസ്, സ്ക്വിഡ്. എനിക്ക് നമ്മുടെ അയില, മത്തി, പിന്നെ കൊഴുവ അങ്ങനെയൊക്കെ ചെറിയ മീനുകളും അങ്ങനത്തെ മീനുകളൊക്കെ കഴിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഇത് അങ്ങനെ മീനൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ഇത് പയറ് മെഴുക്കുവരട്ടിയും പിന്നെ നല്ല അടിപൊളി ഉള്ളിത്തീയലും വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത്തീയൽ. അതേപോലെ തന്നെ രഞ്ജിത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല കുറുക്കി നല്ല ടേസ്റ്റോടെ മൺചട്ടിയിൽ ഉള്ളിത്തീയലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം അമ്മ രാവിലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആയപ്പോൾ രാവിലെ ആയപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ദോശയും ചട്നിയും. എനിക്ക് ഈ ചട്നി അമ്മയുടെ ഭയങ്കര ഇഷ്ടമാണ്, ഓറഞ്ച് ചട്നി. വലുതായിട്ടൊന്നും ഇടില്ല, ചെറിയ ഉള്ളിയും പിന്നെ മുളക് പൊടിയും ഉപ്പും ഒക്കെ തന്നെയാണ്. പക്ഷേ എന്തോ അതിനൊരു പ്രത്യേക സ്വാദാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ആസ്വദിച്ച് എനിക്കിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല. ചൂടോടെ ദോശ ചുട്ടത് ഞാൻ കഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ആസ്വദിച്ച് കുറേ നാളുകളുടെ ശേഷം സമാധാനത്തിലിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ചെറിയൊരു ഹോം ടൂർ തരാമെന്ന്. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ നമ്മുടെ മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ. ഇത് ഞാനും എൻ്റെ ബ്രദറുമാണ്. ഇതൊരു സോക്കി വോക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമസോണിലും ഉണ്ട് ഇവർ, അല്ലാതെ തന്നെ ഇവരുടെ വെബ്സൈറ്റും ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ. ഇത് എൻ്റെ അമ്മയുടെ 60th ബർത്ത്ഡേക്ക് ഞാനൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിനകത്ത് അച്ഛനും ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിമാണ്. അത് എൻ്റെ ഡാൻസിൻ്റെ, പിന്നെ എൻ്റെ ഏട്ടൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ, പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫോട്ടോസും അവരായിട്ടുള്ള ഫോട്ടോസൊക്കെ, അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസാണ്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇപ്പം ഫോണൊക്കെ ഇരുന്ന് കണ്ടിട്ടേ കഴിക്കുകയുള്ളൂ. അതൊക്കെ പിന്നെ അമ്മയുടെ ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തവയിൽ ചൂടാനായിട്ട്. നല്ല വലിയ മുരിഞ്ഞ ദോശ കിട്ടും. അപ്പോൾ പിന്നെ ഇത് എൻ്റെ ഒരു ഷെൽഫായിരുന്നു, കുഞ്ഞു ഷെൽഫ്. അതിനകത്ത് കുറേ മെമ്മറീസ്. ഇത് എൻ്റെ ഫസ്റ്റ് ഡാൻസിലത്തെ ഫോട്ടോ. ഈ സമയത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു കേട്ടോ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡാൻസ്. ഇവിടുത്തെ അയ്യപ്പൻ്റെ അമ്പലത്തിലായിരുന്നു ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തത്. അന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു, ഏകദേശം 5 വയസ്സ്. അത് നമ്മുടെ അരങ്ങേറ്റത്തിൻ്റെ ഡാൻസ് ഫോട്ടോഷൂട്ടായിരുന്നു. ഇതും അരങ്ങേറ്റത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം പുറത്തിറങ്ങിയായിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഫ്രൂട്ട് ജ്യൂസിൻ്റെ കടയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഈ ഷേക്കിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്താ ഞാൻ കുടിച്ചതെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് പോയി. ഞങ്ങൾ ഈ ഒരു താലിയായിരുന്നു ഓർഡർ ചെയ്ത്. ഈ മീനിൻ്റെ പേരാണ് ചോണക്. ഇത് നല്ലൊരു ടേസ്റ്റ് ഫിഷായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേക്കും കുടിച്ച് ഇത് കഴിക്കാൻ വന്നപ്പോഴേക്കും ആകെ കൂടെ മൊത്തത്തിൽ വയറ് നിറഞ്ഞു പോയി. എനിക്ക് പറ്റണേ ഉണ്ടായിരുന്നില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഗോവൻ ഫിഷ് താലി കഴിക്കണം എന്ന്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഷേക്കും മധുരവും എല്ലാം കൂടെ കുടിച്ചുകൊണ്ടായിരിക്കണം എൻ്റെ വയറ് ഓൾറെഡി ഫുള്ളായിപ്പോയി. അപ്പോൾ എനിക്ക് താലി കഴിക്കാനുള്ള സ്ഥലവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇത് കഴിക്കണം എന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ആ മീനാണ് ഞാൻ തീർക്കാൻ നോക്കുന്നത്. ഞാൻ ഓൾറെഡി റൈസും കാര്യങ്ങളൊക്കെ തീർത്തു. ഇവിടുത്തെ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ റവയിലിട്ടിട്ട് ഫ്രൈ ചെയ്യും. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എല്ലാവർക്കും അത് ഇഷ്ടമായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ മീൻ അങ്ങനെ റവയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ മസാല കുറച്ച് റവയിൽ ഫ്രൈ ചെയ്തെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിനകത്ത് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഷെല്ലുണ്ടാവും, പിന്നെ കുറച്ച് മീൻകറി ഉണ്ടാവും, പിന്നെ ഇത് സോൾക്കടി കുറച്ച് ഇത് ഡൈജഷന് വേണ്ടി കഴിച്ച് കഴിഞ്ഞിട്ട് സോൾക്കടി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഡൈജഷൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ താലി എല്ലാം ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞാൻ അതും കൂടെ കുടിച്ചു. എന്നിട്ടും മീൻ തീരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ സൈസ് മീനുണ്ട്, വലിയ മീനായിരുന്നു. അപ്പം എനിക്കതങ്ങോട്ട് കളയാനും മനസ്സ് വരുന്നില്ല. ഒടുക്കം രഞ്ജിത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതുകൊണ്ടിട്ട് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ അത് കഴിച്ച് തീർക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പക്ഷേ ആ ഷേക്ക് കുടിക്കാതെ ഇവിടെ ആയിരുന്നു ഒരു പക്ഷെ ഞാൻ നല്ല രീതിയിൽ കഴിച്ചായിരുന്നു. ഇതാണ് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൃത്തിയായിട്ടൊന്നും അങ്ങനെയാണ് കഴിച്ചത്, ഒരുമാതിരി ആയി. അപ്പോൾ രാത്രി ഞാൻ ഈ വീഡിയോ കാണിക്കാൻ കരുതിയത് രാത്രി 9 മണിയാണ്. 9 മണിക്ക് എൻ്റെ അമ്മ ഇരുന്ന് വെള്ളം ഒഴിക്കുകയാണ്. എന്താ കാരണം? ഇന്ന് വെള്ളം ഒഴിക്കാൻ അമ്മയ്ക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അമ്മയ്ക്ക് കിടന്നാൽ പിന്നെ ഉറക്കം വരില്ല. അപ്പം മഴയൊന്നും അന്ന് പെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു, അയ്യോ മഴയും പെയ്തിട്ടില്ല, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ വെള്ളം ഒഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങിയതാട്ടോ. ആ ഒരു ഡെഡിക്കേഷൻ കാണിച്ചെന്നാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസത്തെ ക്ലിപ്പിംഗാണ്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോസ്. നമ്മൾ ഓരോ തിരക്കാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ക്ലബ് ചെയ്യണ ഒരു വീഡിയോ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ഒരു കുഞ്ഞൊരു ഇതായിരുന്നു. ഞാൻ
ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് ആയിരുന്നു കേട്ടോ കിടക്കണ്ടായിരുന്നത്. അപ്പം പിന്നെ എന്താണ്, പിന്നെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക, പ്രശ്നം നാട്ടി വന്നാൽ നമ്മളുടെ പ്ലാനിങ് അങ്ങോട്ട് ശരിയായില്ല. ഇന്ത്യയിലേക്ക് വന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒക്കെ മിസ്സായി ചെയ്യാനായിട്ട്. കുറേ കഴിക്കലും പിന്നെ കുറേ കാര്യങ്ങൾ സ്ഥലങ്ങൾ കാണാൻ പോകുന്നൊന്നും നടന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് നമ്മുടെ കുറേ ട്രാവലിംഗ് തന്നെ അവിടെ ഇവിടെയും പോക്കൊക്കെ ആയിട്ട് ട്രാവലിങ്ങിന് ഒത്തിരി സമയം പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഗോവയിൽ വളരെ കുറവ് ദിവസമായിരുന്നു, ചുരുക്കം ദിവസമായിരുന്നു, ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാഴ്ചയിൽ എന്തൊക്കെ ചെയ്യുന്നതായിരുന്നു എനിക്കറിയില്ല. പക്ഷേ അത് കുറച്ചൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ബീച്ചിലും കാര്യങ്ങളൊക്കെ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ, ആ ഒരു കുഞ്ഞു ക്ലിപ്പിങ്സ്. അപ്പോൾ എന്നത്തെയും പ്രശ്നമാണ് കണ്ണുനീരുക. എൻ്റെ കണ്ണുനീര് എന്താ വെച്ചാൽ ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളി ആവുന്ന വഴണ്ട് കിട്ടുന്ന വരെ എൻ്റെ കണ്ണീന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ ചെയ്യും കേട്ടോ. ഞാൻ കുറേ നോക്കി വെള്ളത്തിലിട്ട് വയ്ക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കുക. പക്ഷെ എന്തോ എനിക്കറിയില്ല, എനിക്ക് വെള്ളം വരും. എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഉള്ളി അരിയാന്നുള്ളത്. മാൾട്ടയിലത്തെ ഉള്ളിയിലാണെങ്കിൽ ഇതിലും കൂടുതൽ ഇതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണുനീര് വരും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത്രയും കണ്ണുനീരായിരിക്കും കുറേ നേരത്തേക്ക്. അപ്പോൾ അതങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി. സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ കഴിച്ചത് ചപ്പാത്തിയായിരുന്നു. എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ദോശയും. അങ്ങനെ പിറ്റേ ദിവസമാണ് ഇതിവിടെ രാവിലെ തന്നെ അച്ഛനും പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പം രഞ്ജിത്തിൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും മോനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗുജറാത്തിലുള്ള രഞ്ജിത്തിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും മോളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ സൺഡേ ഒരു ദിവസം ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. കുറച്ച് ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ പോയി. പിന്നെ ഇത് ദൊനാപ്പോലെയാണ്. അവിടുത്തെ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്ന് ഈ കുറച്ച് കാണലൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ഇനിയും മുന്നോട്ട് നടക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഞങ്ങളൊന്നും പോയൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ആ എൻഡ് വരെയൊക്കെ ആ ലൈറ്റിങ് കാണുന്ന അവിടെയൊക്കെ പോവാം. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് പോണ്ടയിലേക്ക് വരണം. പിറ്റേ ദിവസം രഞ്ജിത്തിൻ്റെ ചിറ്റപ്പനൊക്കെ ഗുജറാത്തിലോട്ട് പോവുമായിരുന്നു. അവർക്ക് ഏർലി മോർണിംഗ് ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്നും നിന്നില്ല. ഞങ്ങൾ എത്തിയപ്പോഴേ കുറച്ചൊന്ന് വൈകിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു കുറച്ച് ഇവിടെ സീനറിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പോണ്ടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പോണ്ടയിൽ എത്തിയപ്പോൾ രാത്രി ഡിന്നറിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിന്നറിന് കയറി. അങ്ങനെ ഡിന്നറൊക്കെ ആസ്വദിച്ച് കഴിച്ചു. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ട്രാവൽ ചെയ്ത് വന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തേക്ക് പോയി അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത നമുക്കൊരു പരിപാടി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവ മലയാളി അസോസിയേഷൻ്റെ ഓണം പരിപാടി കൂടാൻ പറ്റി. അപ്പോൾ നമ്മളെല്ലാവരും പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ കാലങ്ങളുടെ ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നതും സദ്യ കഴിക്കുന്നതും ഒക്കെ എൻജോയ് ചെയ്തു. നല്ലൊരു സദ്യയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ നാളുകൾ കഴിക്കണമാണോ അതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷെ സത്യം പറയാൻ എല്ലാം നല്ല 3 തരം പായസം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സദ്യ കഴിക്കാൻ പറ്റി. അതിൻ്റെ ഒരു കുറവേ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരാൾ മട്ടിച്ച് നിൽക്കുകയാണ് ദിയ. ഒന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ അതാണ് പിന്നെ അന്നത്തെ ദിവസം ഓണപരിപാടിക്ക് നമുക്ക് കുറച്ചിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അവിടുന്ന് പോന്നു. പിന്നെ ഈ കാണുന്ന നമ്മുടെ രമക്കുട്ടിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരാളാണ് കേട്ടോ, ഒഴിവാക്കാൻ പറ്റാത്തൊരാൾ. അതേപോലെ അച്ഛൻ്റെ ഒക്കെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അവരുടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അപ്പച്ചി, രഞ്ജിത്തിൻ്റെ ചിറ്റപ്പൻ്റെ
വൈഫ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായും വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു.